ഇന്നലെ വൈകിട്ട് കോന്നിയിൽ നടന്ന LDF കൺവെൻഷനിൽ ഒരു സംഭവം നടന്നു. ഇന്നത്തെ പ്രധാന വിഷയങ്ങളിലൊന്ന് അതാണ്. മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ സദസ്സിലിരുന്ന ഒരാൾ ഒരു ചോദ്യമുണ്ടെന്ന് മുഖ്യമന്ത്രിയോട് പറയുകയാണ്. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴായിരുന്നു ചോദ്യം എത്തിയത്. ഉടൻ തന്നെ ആ ചോദ്യം എന്താണെന്ന് പോലും കേൾക്കാൻ നിൽക്കാതെ അത് വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് മുഖ്യമന്ത്രി മറുപടി നൽകുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ പ്രയോഗങ്ങൾ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ചെറ്റത്തരം പരാമർശവും വീട്ടിൽ പോയി പറയലും പ്രതിപക്ഷം ഇനി എടുത്തലക്കും. പാർട്ടി വിട്ട് അമ്പലപ്പുഴയിൽ UDF പിന്തുണയോടെ മത്സരിക്കുന്ന മുൻ മന്ത്രി G സുധാകരനെ കുറിച്ചുള്ള ചോദ്യത്തിനാണ് ചെറ്റത്തരം പ്രയോഗം മുഖ്യമന്ത്രി നടത്തിയത്. G സുധാകരൻ കാണിച്ചത് ചെറ്റത്തരമാണെന്നായിരുന്നു പിണറായി പറഞ്ഞത്. ഇതിനിടെ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് സദസ്സിൽ നിന്ന് വിളിച്ചു പറഞ്ഞയാളെ കണ്ടെത്തുകയും ചെയ്തു. അട്ടച്ചാക്കൽ ഈസ്റ്റ് മുഖ് സ്വദേശി ദാസ് P ജോർജ് ആണ് മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ച വ്യക്തി. പാർട്ടി പ്രവർത്തകനാണ് ദാസ് P ജോർജ്. ചോദ്യം വികസനത്തെക്കുറിച്ചും കേന്ദ്ര ഫണ്ട് കിട്ടാത്തതിനെ കുറിച്ചുമായിരുന്നുവെന്ന് ദാസ് P ജോർജ് മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇമേജ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള അഭിമുഖങ്ങളുമായി കളം നിറയുമ്പോഴാണ് യഥാർത്ഥ പിണറായി വീണ്ടും പുറത്തു വന്നത്. സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ വിഷയം ആളിക്കത്തിയിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥ പിണറായി വിജയൻ എന്ന ട്രോളി UDF സൈബർ ഇടങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. ക്യാമറകൾക്ക് മുൻപിൽ സരസമായി സംസാരിക്കുന്ന പിണറായി വെറും PR വിജയനാണ് എന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം. തനി സ്വഭാവം പുറത്തു വന്നതാണെന്നാണ് UDFകാർ പരിഹസിക്കുന്നത്. എന്തായാലും ആ ചോദ്യം ചോദിച്ച സഖാവിന്റെ അവസ്ഥയെയും പലരും പരിഹസിക്കുകയാണ്. ഈ സംഭവത്തോടെ പിണറായി ധാർഷ്ട്യം വീണ്ടും ചർച്ചകളിൽ നിറഞ്ഞു. തെരഞ്ഞെടുപ്പ് വേളയിൽ തുടർച്ചയായി രണ്ടാം തവണയാണ് മുഖ്യമന്ത്രി വാവിട്ട് സംസാരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ച ചില പ്രയോഗങ്ങൾ CPMന് മൊത്തത്തിൽ തിരിച്ചടിയായ ചരിത്രവുമുണ്ട്. NK പ്രേമചന്ദ്രനെ ലാക്കാക്കി പരനാറി എന്ന് വിളിച്ചതോടെ കൊല്ലം ലോക്സഭാ സീറ്റ് എന്നേക്കുമായി CPM കൈവിട്ടു. ഇത്രയും കാലം കഴിഞ്ഞിട്ടും ആ സീറ്റ് തിരിച്ചുപിടിക്കാൻ CPMന് പിന്നീട് പറ്റിയിട്ടില്ല. ഇങ്ങനെ പിണറായി വിജയന്റെ ഭാഷാ പ്രയോഗങ്ങൾ കൊണ്ട് പാർട്ടിക്ക് കാര്യമായി പരുക്ക് പറ്റിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിന്റെ പരുക്കൻ ശൈലിയുടെയും ധാർഷ്ട്യമെന്ന് എതിരാളികൾ വിശേഷിപ്പിക്കുന്ന പെരുമാറ്റത്തിന്റെയും ഉദാഹരണങ്ങളായി ഇവ ചൂണ്ടിക്കാണിക്കപ്പെടാറുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് വെളുക്കെ ചിരിച്ചുകൊണ്ട് പിണറായി രംഗത്ത് വരാറുമുണ്ട്. മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ പിണറായി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് പഴയ കഥയെന്ന് വരുത്താൻ കേറി വാടാ മക്കളെ പ്രയോഗവുമായി ഒരു PR അഭിമുഖം നടത്തിയതിന് പിന്നാലെയാണ് ചോദ്യം ഉന്നയിച്ച ആളോട് അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞത്. മലയാള ഭാഷാ പ്രയോഗത്തിലേക്ക് ഏറ്റവും കൂടുതൽ ട്രോൾ മെറ്റീരിയലുകൾ സംഭാവന ചെയ്തിട്ടുള്ള രാഷ്ട്രീയ നേതാവും ഒരുപക്ഷെ ഇദ്ദേഹം തന്നെയായിരിക്കും. 2007 പിണറായി വിജയന്റെ കുപ്രസിദ്ധമായ നികൃഷ്ടജീവി പ്രയോഗം. ഇതിലൂടെ ഉന്നം വെച്ചത് താമരശ്ശേരി ബിഷപ്പായിരുന്ന മാർ പോൾ ചിറ്റിലപ്പിള്ളിയെയും. സത്യം മാത്രം പറയുമെന്ന് നാം കരുതുന്ന ഒരു മാന്യൻ ഈ രീതിയിൽ നുണ പറയുകയാണെങ്കിൽ എന്തുമാത്രം നികൃഷ്ടജീവിയായിരിക്കും അയാൾ എന്നായിരുന്നു പിണറായിയുടെ പ്രയോഗം. തിരുവമ്പാടി MLA ആയിരുന്ന മത്തായി ചാക്കോ മരിക്കുന്നതിന് മുൻപ് അന്ത്യകൂദാശ സ്വീകരിച്ചിരുന്നു എന്ന് ബിഷപ്പ് പറഞ്ഞത് നുണയായിരുന്നു എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പിണറായിയുടെ അത്തരത്തിലുള്ള പ്രതികരണം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് പിണറായിയുടെ വിവരദോഷി പ്രയോഗം പുറത്തു വന്നത്. നിരണം ഭദ്രാസനത്തിന്റെ മുൻ അധിപൻ ഗീവർഗീസ് മാർ കൂറിലോസ് ആയിരുന്നു ഇര. ഇടതുപക്ഷ ആശയങ്ങളോട് പരസ്യമായി തന്നെ അനുഭവം പ്രകടിപ്പിച്ചിട്ടുള്ള കൂറിലോസ് തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ കേരളത്തിലെ CPMന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരുമെന്ന് അഭിപ്രായപ്പെട്ടതായിരുന്നു പിണറായിയെ പ്രകോപിപ്പിച്ചത്. RMP നേതാവ് TP ചന്ദ്രശേഖരനെ ഉദ്ദേശിച്ചായിരുന്നു പിണറായി വിജയന്റെ കുലം കുത്തി പ്രയോഗം. കുലം കുത്തികൾ എന്നും കുലം കുത്തികൾ തന്നെ എന്ന പരാമർശം കടന്നു വന്നത് CPMന്റെ അണികളെ അഭിസംബോധന ചെയ്യുന്നതിനിടെയായിരുന്നു. പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് ദിവസം TPയുടെ ഭാര്യ KK രമ്യയെ കാണാൻ VS അച്യുതാനന്ദൻ പോയതും അതുമായി ബന്ധപ്പെട്ട കോളിളക്കങ്ങളുമെല്ലാം കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗം. സംസ്ഥാന സർക്കാരിനെ മറച്ചിടാൻ BJP കേന്ദ്ര നേതാവ് അമിത് ഷായ്ക്ക് ഈ തടി പോരാ എന്ന പിണറായി വിജയന്റെ പരാമർശം ബോഡി ഷെയ്മിംഗ് ആയി വിമർശിക്കപ്പെട്ടു. എന്നാൽ ശരീരം എന്ന അർത്ഥത്തിലും തടി എന്ന് പറയാറുണ്ടെന്ന് അനുയായികൾ ന്യായീകരിച്ച് വിളിപ്പിച്ചു.
ഇത്തരത്തിൽ പിണറായി വിജയൻ വ്യക്തി അധിക്ഷേപത്തിന്റെ അതിരുകൾ ലംഘിച്ച മറ്റൊരു പ്രയോഗമായിരുന്നു അട്ടംപരതി ഗോപാലന്റെ കഥ. കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അച്ഛൻ മുല്ലപ്പള്ളി ഗോപാലനെ കുറിച്ചായിരുന്നു പരാമർശം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടിരുന്ന കാലത്ത് പ്രവർത്തകർ ഒളിച്ചിരുന്ന വീടുകളുടെ മച്ചുകൾ തേടിപ്പിടിച്ച് പോലീസിന് ഒറ്റുകൊടുത്തത് കൊണ്ടാണ് അന്ന് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഗോപാലന് അട്ടംപരതി എന്ന് പേര് വീണതെന്നായിരുന്നു പിണറായി പറഞ്ഞ കഥ. അങ്ങനെ മുഖ്യന്റെ കഥകൾ എണ്ണിയാലും തീരുന്നില്ല.